بسم الله الرحمن الرحيم وشاورهم في الأمر അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ വശാവിറുഹും ഫിൽ അംർ, കാര്യങ്ങളെല്ലാം അവരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കണം. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അതിനകത്തുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുഷാവറ, കൂടിയാലോചന എന്നുള്ളത്. നബിയോട് പോലും കൂടിയാലോചിച്ച് തീരുമാനിക്കാമെന്ന് പറയുന്നത്. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കുന്നതുകൊണ്ട് തന്നെ കൂടിയാലോചനയുടെ ആവശ്യമില്ല. എന്നാലും കൂടിയാലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ആ കാര്യങ്ങളുടെ പൂർണ്ണത കൈവരിക്കാനും അത് വിജയിക്കാനും സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബകാര്യങ്ങൾ പോലും കൂടിയാലോചിച്ചാണ് തീരുമാനിച്ചിരുന്നത്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നബിയോട് നിർദ്ദേശിക്കുന്ന, നബി തങ്ങൾ കുറച്ചുകൂടി നല്ല വസ്ത്രം ധരിക്കണം. കാരണം വിദേശ രാഷ്ട്രത്തിൽ നിന്നൊക്കെ രാഷ്ട്രത്തലവന്മാർ താങ്കളെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഒന്ന് അഭിപ്രായപ്പെട്ടെങ്കിൽ ഞാനത് സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയുണ്ടായി. ഇതുപോലെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടിയാലോചന ഉണ്ടാകും. 7 കൂട്ടര ആളുകളോട് ഒരിക്കലും വിഷയങ്ങൾ കൂടി ആലോചിക്കരുത് എന്ന് ഹുക്കമാക്കൾ പറയുന്നുണ്ട്. ലാ തുശാവിറു സബഅ, 7 വിഭാഗം ആളുകളോട് കാര്യങ്ങൾ ഒരിക്കലും കൂടി ആലോചിക്കരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ജാഹില്, ഒരു വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത ആളോട് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കരുത്. ഒരു കച്ചവടം തുടങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കച്ചവടക്കാരോടാണ് ആലോചിക്കേണ്ടത്, ഡോക്ടറോട് ചോദിച്ചിട്ട് കാര്യമില്ല. ദീനിന്റെ കാര്യങ്ങൾ ആലിമികളോടാണ് ആലോചിക്കേണ്ടത്. അപ്പം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിവുള്ള ആളോടാണ് ആ വിഷയത്തെക്കുറിച്ച് ആലോചിക്കേണ്ടത്. രണ്ടാമത്തത് അസൂയാലു, ഹാസിലീങ്ങളോട് ഒരു കാര്യം കൂടി ആലോചിക്കരുത്. കാരണം അസൂയാലു അവൻ നമ്മളിലുള്ള നന്മ പോലും പോയി കിട്ടാൻ ആഗ്രഹിക്കുന്നയാളാണ്. അപ്പൊ അവനോട് കൂടി ആലോചിച്ചാൽ നമുക്കൊരു നന്മ വരാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കില്ല. അവനോട് കൂടി ആലോചിക്കരുത്. 3 കാര്യങ്ങളാണ് ലോകത്ത് ഒരിക്കലും വികസിക്കാത്തതെന്ന്. ഒന്ന്, സൂചിയുടെ മുന, അതൊരിക്കലും വികസിക്കില്ല. 2, പിശുക്കന്റെ പോക്കറ്റ്, അത് വികസിക്കില്ല. 3-മത്തത് അസൂയാലുവിന്റെ മനസ്സ്, അത് വികസിക്കില്ല, സങ്കുചിതമായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അസൂയാലുക്കളോട് ഒരു കാര്യം കൂടി ആലോചിക്കരുത്. 3-മത്തത് മുറാഹിയാണ്, ലോകമാന്യതയുള്ളവർ, പ്രശസ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അയാൾ ജനങ്ങളുടെ കയ്യടി ആഗ്രഹിക്കുന്നയാളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യം അയാളോട് കൂടി ആലോചിച്ചാൽ അയാൾക്ക് കയ്യടി കിട്ടുന്ന അഭിപ്രായം അയാൾ പറയുള്ളൂ. നമുക്ക് വിജയിക്കാൻ ആവശ്യമായ അഭിപ്രായം ഒരിക്കലും അയാൾ പറയില്ല. 4-മത്തത് ബഖീലാണ്, ലുബ്ധന്മാരോട് കൂടി ആലോചിക്കരുത്. കാരണം അവന്റെ മനസ്സ് സങ്കുചിതമാണ്. അതുകൊണ്ട് അവൻ പറയുന്ന അഭിപ്രായങ്ങളും വളരെ സങ്കുചിതമായിരിക്കും. അവരോടൊരു കാര്യം ആലോചിക്കരുത്. 5-മത്തത് ശത്രുവാണ്, നമ്മുടെ ശത്രുവിനോട് ആലോചിക്കരുത്. ശത്രു നമുക്ക് ഉപകാരമുണ്ടെന്ന് നിർദ്ദേശിക്കില്ല. അതുകൊണ്ട് ശത്രുക്കളോടും ആലോചിക്കരുത്. 6-മത്തത് ദുഹവ, തന്നിഷ്ടത്തെ പിൻപറ്റുന്നയാണ്, തോന്നിവാസിയായി ജീവിക്കുന്നയാണ്. അയാളോട് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ല. അയാളുടെ ശാരീരിക ഇച്ഛയ്ക്കനുസരിച്ചും അയാളുടെ മനസ്സിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള അഭിപ്രായമേ അയാൾ പറയുള്ളൂ. അടുത്തത് ജുബാനാണ്, ഭീരു, പേടിത്തണ്ടൻ. അവരോട് ആലോചിച്ചാൽ അവൻ ധീരമായൊരു നിലപാട് പറയില്ല. അവൻ പേടിയുള്ളവനാണ്, ഭയമുള്ളവനാണ്. അതുകൊണ്ട് അത്തരക്കാരോടും ആലോചിക്കരുത്. ഈ 7 കൂട്ടരോടും വിഷയങ്ങൾ കൂടിയാലോചിക്കരുത് എന്ന് ഹുക്കമാക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാലോചന ആവശ്യമാണ്. 7 വിഭാഗത്തെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളെ കൂടിയാലോചിക്കേണ്ടത്. അപ്പോൾ അല്ലാഹു നമുക്കതിൽ ബറക്കത്ത് തരികയും ആലോചിക്കുന്ന വിഷയത്തിൽ അല്ലാഹു വിജയം നൽകുകയും ചെയ്യും. അല്ലാഹു തആല നമ്മളെ വിഷയങ്ങളിലെല്ലാം വിജയിപ്പിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.